ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ആദർശവും ആരും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേജുവിന് ക്ലാസ് ഉണ്ട്. ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചേക്കണത്. നേരം വെളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, സൂര്യ ഉദിച്ച് വരണോണ്ട് തന്നെ 6 മണിയാകുമ്പോഴേക്ക് ഈ ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അതായത് ചെറുതായിട്ടൊരു മഞ്ഞ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മഴ പെയ്തോണ്ടാ തോന്നണേ. എന്തായാലും കുറച്ചൊരു ഉമ്മറത്ത് നിന്ന് ഒന്ന് ആസ്വദിച്ചിട്ട് ഇനിയേട്ടാ ഞാൻ അടുക്കളയിലേക്ക് പോവുള്ളൂ. പിന്നെ നേരത്തെ കിച്ചണിൽ കയറിയിട്ടൊന്നും വലിയ പണികളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ഇന്നലെ രാത്രി ചിക്കൻ വെച്ചോണ്ട് തന്നെ കറി അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ചൂടാക്കി സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെന്താ, ദോശയാട്ടോ. ദോശയ്ക്ക് ഇതേ മാവും അതേട്ടാ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടെന്നും കൂടിയും തോന്നുന്നു കേട്ടോ. അത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാനതിൽ കാണിക്കുമ്പോൾ പറയാട്ടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണതെന്ന്. മിക്കതും ചമ്മന്തി തന്നെയാവും. കാരണം ആദർശന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്പെഷ്യൽ നമ്മുടെ തക്കാളി ചമ്മന്തി ഇല്ലേ ഞാൻ കാണിക്കാറുള്ളത്. അതാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ ദോശയ്ക്കും നമ്മുടെ ഇഡ്ഡലിക്കും. അപ്പോൾ പിന്നെ ഞാൻ അത് ഉണ്ടാക്കുന്നുണ്ടായിരിക്കുവേ. പിന്നെ അപ്പുറത്തിരിക്കുന്നത് സാമ്പാറാണ് കേട്ടോ. ഇത് എന്തും തലേന്നത്തെയാണ്. നമ്മുടെ ഇതിന് കൊടുന്നില്ലേ, അയ്യോ എന്താ പറയാ, പിറന്നാളിന് കൊടുന്നില്ലേ, സോറി കേട്ടോ തെറ്റിപ്പോയതാണ്. പിറന്നാളിന് കൊടുന്ന സാമ്പാറാവണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കൊടുന്നിട്ട്. അപ്പോൾ അങ്ങനെ 2 ഐറ്റംസ് ഓൾറെഡി ഇവിടെ സെറ്റാണ്. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടെന്ന്, അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും പിന്നെ ഉച്ചത്തേക്ക് പയറുപ്പേരി ആയിട്ട് ആക്കണത്. അപ്പോൾ അതിലേക്കുള്ളതൊക്കെ വേഗത അരിഞ്ഞ് വെക്കുക കേട്ടോ. തക്കാളിക്കുള്ള തക്കാളിയും നമ്മുടെ എന്താ പറയുക സബോള കേട്ടോ, പിന്നെ പയറും ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ഞാനിനി പണി തുടങ്ങുള്ളൂ കേട്ടോ. അതായത് കുക്കിംഗ് തുടങ്ങുള്ളൂ. എല്ലാവരും നല്ല രീതിക്ക് കാപ്പി കുടിക്കുന്ന ടീമോളായതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിലാണ് ഞാൻ കാപ്പിക്കുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും, അതായത് സവോളയും വെളുത്തുള്ളിയും നമ്മുടെ ഉണക്കമിളകും ആട്ടോ ഞാൻ എടുക്കണത്. ഇപ്രാവശ്യം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വെളുത്തുള്ളി എടുക്കാറില്ല. മൊത്തത്തിൽ വായിന്ന് വെള്ളി ചാടണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് കൂടുതലായിട്ടുണ്ട് തോന്നുന്നു എൻ്റെ വായിന്ന് വെള്ളി ചാടല്. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ആട്ടോ. വെളിച്ചെണ്ണയിൽ ഞാനിത് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള, അതിൽ 2 കുഞ്ഞ് സവോള ആയ കാരണം ഞാൻ 2 സവോള എടുത്തിട്ടുള്ളേ. പിന്നെ അതേ ഒരു 2-3 ഉണ്ട, വലിയ ഉണ്ട, അതായത് വലിയ അല്ലി വെളുത്തുള്ളി ആയിട്ട് എടുത്തേക്കണത് അതും. പിന്നെ ഒരു 4-5 ആയാലും കുഴപ്പമില്ല കേട്ടോ. ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കും കേട്ടോ. ഇത് നന്നായി വെച്ചാൽ ഒന്ന് ഉള്ളി വാടി വരില്ലേ, അങ്ങനെ ആയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പം ഞാൻ എങ്ങനെ എടുക്കുക വെച്ചാൽ തക്കാളി ചമ്മന്തി അല്ല, അപ്പം തക്കാളി അല്ലേ കൂടുതൽ വേണ്ടത്. അപ്പോൾ ഒരു സവോള എടുത്ത് വെച്ചെങ്കിൽ 2 തക്കാളി എടുക്കും. 2 സവോള എടുത്ത് വെച്ചെങ്കിൽ 3-4 തക്കാളി വലിപ്പം അനുസരിച്ചിട്ടാട്ടോ. ഏകദേശം അതിൻ്റെ ഒരു ഇരട്ടിയായിട്ട് എടുക്കുകയാണ് ചെയ്യുക. അതിലേക്ക് ഇതേ നമ്മുടെ തക്കാളിയും കൂടി നല്ല രീതിക്ക് അരിഞ്ഞിട്ട് ഇതേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ കുറച്ച് ഇട്ടിട്ടാട്ടോ വഴറ്റണത്. കാരണം സവോള നല്ല ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇതേ നല്ല വഴറ്റിയെടുത്തു. ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടത് കളറിന് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഉണക്കമുളക് ഇട്ട കാരണം മുളക് പൊടിയൊക്കെ ഭയങ്കര കുറച്ചായിട്ട് ഇടുന്നുള്ളൂ. അങ്ങനെ അതും ഒന്ന് പൊടികളൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരു ശകലം വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നെ അതേ ഞാൻ ഇപ്പുറത്ത് പയറുപ്പേരും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അതും ഇതേ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഉപ്പേരി ആയിട്ടുണ്ട്. തേങ്ങ ഞാൻ ദോശയായിട്ടാ കൊടുത്തയക്കുന്നത്. ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തയക്കാം. ചോറപ്പോൾ തേച്ച് പോയിട്ടേ വെക്കണുള്ളൂ. അല്ലെങ്കിൽ രാത്രിക്ക് ചിലപ്പോൾ കേടാവും. അത് എന്താവും ദോശ കൊണ്ടുപോകണം കേട്ടോ. ചോറ കൊണ്ടുപോകണം വെച്ചെങ്കിൽ ചോറിപ്പോൾ വെക്കും. അപ്പോൾ ദോശ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിക്കോളും. ഇനി എന്താ വെച്ചാൽ അവനെ ഏൽപ്പിച്ചു. ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവനെ ഏൽപ്പിച്ചിട്ട് ഇതേ ബാത്റൂമിൽ എടുത്തിട്ടുണ്ട്. ഞാൻ വേഗം അടിച്ചോരി ഇടാച്ചിട്ടാ. പിന്നെ ഞാൻ കുളിച്ചിട്ട് പിന്നെ അവൻ പോയിട്ടായാലും തുടയ്ക്കണേക്ക് 8 മണി അടിച്ചോരി ഇടല കേട്ടോ. അപ്പോൾ ആദ്യം അടിച്ചു വരാൻ പോവാണ്. ഇതേ ഞാൻ 3 മുട്ടയും കൂടിയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ തേജുവിനുണ്ടല്ലോ, ഞാൻ ഒരു ദിവസം എങ്ങനെ പോലെ ഒരു നേരമെങ്കിലും ഞാൻ അവന് മുട്ട കൊടുക്കും കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ട് കൊടുക്കുകയും ഒന്നെങ്കിൽ രാവിലെ കൊടുക്കും അല്ലെങ്കിൽ രാത്രി കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലേക്കാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ദോശയും, അപ്പോൾ ഒരു ദോശ വെച്ചാൽ ഒരു കോഴിമുട്ട കൊടുക്കും. കോഴിമുട്ട കഴിച്ചില്ലെങ്കിൽ ഞാൻ അവന് 2 ദോശ കൊടുക്കാട്ട് ചെയ്യാം. അപ്പോൾ അതിനാട്ട വെച്ചേക്കുന്നത്. പിന്നെ വിൻഷേട്ടനും അതെ, ഇവിടെ എല്ലാവരും അതായിട്ട് ഒരു നേരമെങ്കിലും മുട്ട കഴിക്കാണ്ടിരിക്കില്ല, പ്രോട്ടീനാലോ. പിന്നെ ഞാനിത് അടിച്ചു വരാം കേട്ടോ. ഇനി സമയം 7:30 ആയിട്ടുള്ളൂ. അവൻ്റെ 8:45 അവൻ്റെ വണ്ടി വരിക കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അടിച്ചോരിടും. ഇനി അവൻ ഇങ്ങനെ എന്തോ ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ രാവിലെ എന്നിട്ട് അവനെ പറഞ്ഞയക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ കരട് പിടിച്ച് വൃത്തികേടായിട്ട് അവനെ പറഞ്ഞയക്കുമ്പോൾ എന്തോ പോലെ. അപ്പം ഞാനൊന്ന് അടിച്ചോരിടുമ്പോൾ കുറച്ചെങ്കിലും നീറ്റ് ആവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിൽ പൊക്കോട്ട് വെച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് ഓരോ സൈക്കോ സ്വഭാവം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെയൊക്കെ. അതുകൊണ്ടാട്ടോ. അപ്പം ഞാനിത് ഒന്ന് അടിച്ചോരിടാന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഇതൊന്ന് അടിച്ചോരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഓടി ഇത് ക്യാമറ ഓഫ് ആക്കാനാട്ടോ, വേറെ ഒന്നല്ലേ. പിന്നെ നമ്മുടെ തേജുവിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വന്ന്
അമ്പാട്ടീനെയൊക്കെ തൊഴുകയാണ് കേട്ടോ. അപ്പോൾ വിളക്കുളത്തിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അത് എൻ്റെ വിൻഷാൻ്റെ ഒക്കെ കൂളി കഴിയേണ്ടി വരുവേ. പിന്നെ ഇത് നമ്മുടെ തേജുവിന് ഇപ്പം കഴിക്കാനുള്ള ദോശയാട്ടോ. ഞാൻ നെയ്യ് പുരട്ടിയിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുക. അത് ഞാൻ തേജുവിനായാലും ഞങ്ങൾക്കായാലും ആർക്കായാലും ഞാൻ നെയ്യ് പുരട്ടിയിട്ടാട്ടോ ഇപ്പം ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റ് ആട്ടോ നെയ്യ് പുരട്ടിയിട്ട് ദോശ കഴിക്കുമ്പോൾ. അപ്പോൾ അത് നന്നായി മുരിച്ചിട്ട് തന്നെ നമ്മുടെ തേജുവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണ നേരം കൊണ്ട് തന്നെ ഞാൻ ഉമ്മറ ഭാഗം തുടച്ചിട്ടു കേട്ടോ. ബാക്കി തുടക്കലൊക്കെ അവൻ പോയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഉമ്മറ ഭാഗം നല്ല വൃത്തിക്ക് ഇതെല്ലോടും തുടച്ചിട്ട്, പിന്നെ മഴ പെയ്തിട്ട് സ്റ്റെപ്പുമ്പോൾ ചെറിയ രീതിക്ക് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും തുടച്ചിടേണ്ടി വരും. പെട്ടെന്ന് ആരെങ്കിലും കയറി എന്തായാലും വഴിക്ക് വീഴും കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വായിന്ന് വെള്ളി ചാടണത്, ഇമ്മാതിരി വെള്ളി കേട്ടപ്പം എൻ്റെ നിന്ന് ചാടണത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ വിചാരിക്കണതല്ല ഞാൻ പറയണത്, പറയുമ്പോൾ അത് പല രീതിക്ക് ആയി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചൂടാറിയപ്പോൾ അവന് കഴിക്കാൻ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് വിളക്ക് കൊളുത്താൻ നോക്കുകയാണ്. ചില നേരത്താണ് കേട്ടോ, ഒരിടയ്ക്ക് കമന്റ് ഇടാറില്ലേ തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടിയിട്ട് വിളക്ക് കൊളുത്താൻ പാടില്ലേ എന്ന്. ചില നേരത്തെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ വേഗം തോർത്തഴിച്ച് ഇങ്ങനെ ഇടുട്ടാം. പക്ഷെ ഓർമ്മ വരാത്ത ദിവസങ്ങളിൽ ഞാൻ അത് ഓർത്ത് കെട്ടിയിട്ട് അങ്ങനെ വിളക്ക് കൊളുത്തി ശീലിച്ചോണ്ടാ തോന്നുന്നേ. എന്തായാലും ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതേ തേജു കഴിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ പിന്നെ അതേ അവനെ കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ. ആരും നമ്മുടെ ആദർശം എല്ലാവരും ഇത് എനിച്ചിട്ടുണ്ട്. കിച്ചുട്ടിന് മരുന്ന് കൊടുക്കുക തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മീനുകളൊക്കെ ഇതേ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നത് വിൻഷേട്ടനാണ് കേട്ടോ. വിൻഷേട്ടൻ മൊത്തത്തിൽ തന്നെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വിൻഷേട്ടൻ ഒന്ന് വർക്കുണ്ട് കേട്ടോ. അപ്പോൾ തേജുവിന് ഇത് സ്നാക്സും ഫുഡും വെള്ളവും എല്ലാം അതും ആക്കിയിട്ടുണ്ട്. പിന്നെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, പെയ്തു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ മഴ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ കാർമേഘങ്ങളൊന്നും പോയിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തേജുവിനെ ഇതേ ഡ്രസ്സ് മാറ്റിക്കുന്നു. അപ്പുറത്ത് നമ്മുടെ ആദർശും കിച്ചുട്ടനെ ചെറിയ രീതിക്ക് പനി ഉണ്ട് എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ അതേ അവരത് പിടിച്ചുകൊണ്ടിരിക്കട്ടോ. ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറഞ്ഞു വെച്ചാൽ പിറ്റേന്നത്തേക്ക് നമ്മൾ സേവനയിൽ പോയി കാണിച്ചു എന്ന് പറഞ്ഞുല്ലോ. സേവനയിൽ കാണിച്ചപ്പോൾ തന്നെ അവിടുന്ന് മരുന്ന് കൊടുത്തപ്പോൾ തന്നെ ഉച്ചയാകുമ്പോഴേക്കും ഉണ്ണിയുടെ പനി പമ്പ കിടന്നു എന്ന് പറയാം. ഒരു അതിശയോക്തി പറഞ്ഞ കേട്ടോ. നന്നായിട്ട് കുറഞ്ഞു, അങ്ങനെ തന്നെ പറയാം. നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ അതിനൊന്ന് പേടിപ്പിച്ചു വിട്ടാ. ഗ്യാസ് കയറിയിട്ടേ വയറ് വേനിച്ചിട്ടൊന്ന് കരണ്ടായിരുന്നു. പിന്നെ ആ മരുന്ന് കൊടുത്തപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥ അങ്ങനെയല്ല നിൽക്കണത്, വൈറൽ ഫീവർ നടന്നിട്ട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർക്കും ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയും കിട്ടുന്നതായിരിക്കൂല. എന്തായാലും ഉണ്ണി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട്. ദൈവമേ, എൻ്റെ സൗണ്ട് ഇത്രയും അരോചകമാണോ? ലാസ്റ്റത്തായി ആ ഒരു സൗണ്ട് ഒരുമാതിരി പട്ടി മോണ പോലെ ആയിപ്പോയോ എന്നൊരു സംശയം. പിന്നെ എന്താണെന്നറിയാം, ഞങ്ങൾ ചിരിച്ചത് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്തോ ചെയ്യായിരുന്നു, ആദർശം എന്തോ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ തേജു കിച്ചുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടുത്തി പോയിട്ടേ ഉമ്മ കൊടുത്തിട്ട് പറയാ ഏട്ടൻ പോയിട്ട് വരാട്ടോ എന്ന്. അപ്പം ഞങ്ങൾ രണ്ടാളും വേറെ എന്തോ ചെയ്യട്ടെ. അപ്പം വെച്ചിട്ട് ഞങ്ങൾ തേജുനെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞു വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അവനെ സൗണ്ട് പോരാ, അവന് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കും. അതായത് ഒന്നും കൂടി പറഞ്ഞേ ഇങ്ങനെ പിള്ളേരോട് പറയൂലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര നാണം പറയാട്ടോ. പക്ഷെ ഫസ്റ്റ് അവൻ പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. ഏട്ടൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ടൊരു ഉമ്മ കൊടുത്തതേ. അങ്ങനെ അതേ തേജുവിൻ്റെ പുറപ്പെടിക്കലൊക്കെ കഴിഞ്ഞ് കൂറൊക്കെ തൊട്ടിട്ട് ഇനി ഇതേ നമ്മൾ പോവാട്ടോ. അവനെ വണ്ടി കയറ്റാൻ പോവാണ്. അപ്പോൾ വിൻഷേട്ട ഇതേ എനിക്ക് വന്നിട്ട് ഉണ്ണീനെ ഇങ്ങനെ കളിപ്പിക്കുക കേട്ടോ. വിൻഷേട്ട ഇങ്ങനെ ചോദിക്കും, ഇന്നലെ എന്താ പേടിപ്പിച്ച് ഇന്നലെ എന്താ ഇങ്ങനെ കരഞ്ഞേടുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ തേജുവിൻ്റെ പുറപ്പെടൽ ഇപ്പോൾ ഞാൻ നേരത്തെ കഴിക്കും കേട്ടോ. 8:40 അവൻ്റെ വണ്ടി വരും. പക്ഷെ ഒരു 8:15 ആകുമ്പോഴേക്കും ഞാൻ അവൻ്റെ എല്ലാം തീർത്തിട്ട് ഇത് ഇങ്ങനെ ഇരിക്കൂട്ടോ. മറ്റേത് ഞങ്ങൾക്കൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. എത്ര ദിവസം ഉണ്ടാവും ആ ഓട്ടതൊക്കെ. പിന്നെ അതേ വിൻഷേട്ടൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ. അതേ പഠിച്ചിട്ട് നല്ല കുട്ടിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ ഡയലോഗിനെ ഞങ്ങളൊന്ന് പ്രോത്സാഹിച്ചപ്പോണ്ടല്ലോ. ഇപ്പൊ കണ്ണ് തെറ്റിയത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണീനെ തോണ്ടുക വന്ന് ഉമ്മയ്ക്കാട്ടോ പോയിട്ട് വരാട്ടോ. ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ തേജുവിന്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ചിരിച്ചുല്ലോ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചതാണ്. അപ്പൊ അവനും അത് ഭയങ്കര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതേട്ടാ ഈ ഉമ്മ വയ്ക്കുക ചേട്ടൻ പോയിട്ട് വരാട്ടോ. ഈ ഒരു ഡയലോഗാണ് കേട്ടോ ഇപ്പൊ കൂടുതലും പറയണത്. പിന്നെ വിളിക്കുമ്പോഴും അതേട്ടൻ ഭയങ്കര ഡയലോഗ്, ഏട്ടൻ്റെ കുട്ടി എവിടെ, ഏട്ടൻ്റെ കിച്ചുട്ട എവിടെ, ഇങ്ങനെയൊക്കെ ഇപ്പോൾ കളിപ്പിക്കുക. പക്ഷെ നമ്മൾ പറയണേക്കാൻ രസമുണ്ടല്ലോ, അവർ പറയണേക്കാൻ നല്ല രസമാട്ടോ പിള്ളേർ ഇങ്ങനെ പറയണേക്കാൻ. ഞാനും അതേട്ടോ തേജു ഇത്ര വലുതായി എന്ന് നമ്മുടെ കിച്ചുട്ടൻ്റെ കൂടെ നിൽക്കുമ്പോഴാട്ടോ എനിക്ക് തോന്നണത്. എപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും തേജുട്ടൻ ചെറുതാലോ. പക്ഷെ കിച്ചുട്ടനൊക്കെ കൂടി വരുമ്പോൾ ഒരു വലിയേട്ടനായി എന്ന് പറയുമ്പോൾ ഒരു പൊലി തന്നെയാട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇനി വണ്ടി കയറാൻ റോട്ടിലേക്ക് നിൽക്കുക കേട്ടോ. ശരിക്കും കുറച്ച് പേര് ചോദിച്ചു, നിങ്ങൾക്ക് വീണ്ടും പഠിക്കുന്ന ഉണ്ണിനെ കയറ്റിക്കൂടി, എന്തിനാ അങ്ങോട്ട് വെറുതെ നടക്കുക
ആക്കണമെന്ന്. അങ്ങോട്ട് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്, അവിടെ നിന്നും പിള്ളേർ കയറുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റോപ്പായിട്ട് നിർത്തണ്ടാലോ. പിന്നെ അവൻ്റെ ഫ്രണ്ട്സും അവിടെ നിന്നാണ് കയറുക. അപ്പം ഒന്ന് ഒരുമിച്ച് കയറിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു 2 അടിയെല്ലാം നടക്കണ്ടു വിചാരിച്ചിട്ട് അങ്ങോട്ട് പോണതാട്ടാ. വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറക്കി തരും കേട്ടാ. ഫസ്റ്റ് ഈ സ്റ്റോപ്പല്ലേ വരിക. പിന്നെ അതേ നമ്മുടെ ആര്യ ഇവിടെ കിച്ചുടനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. മേലൊക്കെ തുടച്ച് ഇതാക്കുകയാണെ. പിന്നെ ഞങ്ങളിത് ചായ കുടിക്കാനും നോക്കി. അപ്പോൾ ആദർശ് എന്തോ ഫിലിം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവൻ ഇവിടെ ഇരിക്കട്ടെ ചെയ്തത്. ഞാൻ മേശമ്മ ഇരുന്ന്, ഞാനും ആര്യ ഇതേ മേശമ്മയായിട്ടിരുന്നത്. പിന്നെ ഇവരിന്ന് പോവുകയും ചെയ്യും കേട്ടോ, കാരണം നാളെ തൊട്ട് ആദർശിന് വർക്കിന് പോകേണ്ടതാണ്. അപ്പോൾ അവരിന്ന് നെയ്റ്റ് പോവും കേട്ടോ വീട്ടിൽ നിന്ന്. പിന്നെ ഇതേ നമ്മുടെ കിച്ചുട്ടനെ മേലൊക്കെ തുടപ്പിച്ച് നല്ല സുന്ദരി മണിയാക്കിയിട്ട് ഇത് ആര്യതയെ കൊടുന്ന് കെടുത്തിട്ടുണ്ട് കേട്ടാ. വെല്ലിച്ചന്റെ ഡ്രസ്സ് പറഞ്ഞത് നോക്കി കിടക്കുക കുട്ടി. അവൻ ഞാൻ കളിയാക്കാട്ടാ. വെള്ളിച്ചനെ വിളിക്ക്, വെള്ളിച്ച വീണു, വെള്ളിച്ച വീണു വെള്ളിച്ചൻ ഗൈസ്, വീണു വെള്ളിച്ചൻ, വെള്ളിച്ചൻ കിച്ചുട്ടാ. വെള്ളിച്ചനെ വിളിക്ക്, വെള്ളിച്ചനെ. അതാ ചാർന്ന് വിൻചേൻ്റെ അടുത്തേക്ക് വാ. ഞങ്ങൾ മാമൂണ്ണണ് കാണിച്ചു തരാൻ. ഞങ്ങൾ ചായ കുടിക്കുന്ന കാണിച്ചു തരാം. വെള്ളിച്ചൻ ഇവിടെ ഇരുന്നോട്ടോ, കാണാപ്പേ. ഈ സ്ട്രോളറിലുണ്ട് നല്ല സുഖാട്ടോ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതെങ്ങനെ കൊടുന്ന് കെടുത്തിയാവും അവിടെ കിടന്നോളൂ കേട്ടാ. അപ്പോൾ അതേ അതും വെച്ചിട്ട് ഞാൻ കഴിക്കായിരുന്നേ. പിന്നെ അത് ആര്യതേട്ടാ എന്താ അവളെന്തോ പണിയിലായിരുന്നു കേട്ടാ. പിന്നെ വന്നിട്ട് ഇത് കഴിക്കാതിരിക്കണുള്ളേ. പിന്നെ അതേ വിൻചേട്ടൻ പോവാണ് കേട്ടോ. അപ്പോൾ വിൻചേട്ടൻ അത് എടുത്തിട്ട് യാത്ര പറയാണ് കേട്ടോ. അപ്പോൾ വിൻചേട്ടൻ്റെ പുറത്ത് ഞങ്ങളിങ്ങനെ കളിയൊക്കെ കേട്ടാ. വെല്ലിച്ചൻ്റെ പുറത്ത് മേത്ത് ഇങ്ങനെ കിടന്ന കുട്ടിക്ക് നല്ല ഹൈറ്റിലെല്ലാം കാണാമെന്ന്. കാരണം വിൻചേട്ടൻ നല്ല ഹൈറ്റല്ലേ. ഞങ്ങളെല്ലാവരും എടുക്കുമ്പോൾ കുട്ടിക്ക് ഒരു ലിമിറ്റ് അല്ലേ കാണുള്ളൂ. പക്ഷെ വിൻചേട്ടൻ്റെ അടുത്ത് ഏത് കുട്ടികൾ ചെന്നാലും കുട്ടികൾക്ക് ആകാശം വരെ കാണാമെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ കളിയാക്കുക. അപ്പോൾ ഉണ്ണിക്ക് ഞങ്ങൾ അതാട്ടാ വിൻചേട്ടനെ കളിയാക്കണത്. പിന്നെ ഇതേ വിൻചേട്ടൻ ജോബിന് ഇറങ്ങി ഇതേ മട്ടി പിടിച്ചിട്ട് നമ്മുടെ റെയിൻകോട്ട് ഇടാട്ട്. റെയിൻകോട്ട് ഇടുമ്പോൾ എന്നെ ഒരു നോട്ടം നോക്കും. ഞാൻ പറയും ഈ റെയിൻകോട്ട് ഇടുന്നതിന് എന്നെ എന്തിനാ നോക്കണമെന്ന് ചോദിക്കും. കാരണം നനഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ വിൻചേട്ടൻ നനയാണ്ടിരിക്കാൻ നമ്മുടെ ഇവിടെ കസാരയെ കൊടു നിൽക്കും. എനിക്കാണെങ്കിൽ ഈ കസാരയുടെ മുകളിൽ നിന്ന് നനഞ്ഞിട്ടിരിക്കുന്ന കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാനത് എടുത്തിട്ട് തേജുവിൻ്റെ സൈക്കിളിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ ചെറുതായിട്ട് മഴ തൂവാലടിക്കും, നനയും. അതിനാട്ടേ നോക്കണത്. അങ്ങനെ വിൻചേട്ടൻ പോയി കഴിഞ്ഞു, നമ്മുടെ ചായയുടെയും കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് എന്താ പണി വെച്ചാൽ ചോറിന് വെക്കാണ്ട് പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാണ്ടായിരുന്നു കേട്ടോ, വെച്ചതും കഴിച്ചതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അതേ വേഗം കഴുകി. പിന്നെ നമ്മുടെ കൊട്ടത്തളം കഴുകൂട്ടോ. ഞാനത് മറ്റേ ലിക്വിഡ് ഇവിടെ വാങ്ങി വെക്കും കേട്ടോ ഞാൻ, നമ്മുടെ ഡിഷ് വാഷ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ കഴുകുക. അതിന് വേറൊരു ബ്രഷ് ഉണ്ട്, അത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൈ വെച്ച് ഉരയ്ക്കേണ്ട ആവശ്യം വരില്ലേ. അപ്പോൾ അതും പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റും ഒക്കെ ഞാൻ കഴുകി വെക്കാറുണ്ട് കേട്ടോ. വേസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചിട്ട് അത് വൃത്തികേടായിട്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ അതും കഴുകും. സത്യം പറഞ്ഞത് വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല, ചെടിച്ചട്ടിയാണ് കേട്ടോ. ചെടിച്ചട്ടിയാണ് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഈ ഒരു സൈഡിൽ കറക്റ്റായിട്ട് കൊണ്ട് ഒന്ന് ഇരിക്കണത് അതാടുന്നു. അപ്പം ഞാൻ അങ്ങനെയായിട്ടാ ചെയ്യണത്. അങ്ങനെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തുടയ്ക്കൽ ബാക്കിയുണ്ട് കേട്ടോ. അകം അടിച്ചുവരെ മാത്രമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തുടയ്ക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആരുടെ റൂമായിട്ട് ഞാൻ ക്ലീൻ ആക്കിയത്. ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ റൂം തുടച്ചു. പിന്നെ ഉമ്മറം ഓൾറെഡി തുടച്ചതാലോ, അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ തുടച്ചെടുത്തുവേ. പിന്നെ നേരെ നമ്മുടെ കിച്ചുടൻ്റെ എടുത്തിട്ട് അത് മേലൊക്കെ തുടച്ച് അകം ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് ഞാൻ ഒന്നും കൂടി മേല് തുടച്ചു വിട്ടാ. കാരണം എനിക്ക് ചെറുതായിട്ടൊന്ന് ഉഷ്ണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് സെറ്റായതിന് ശേഷം ദേ നമ്മുടെ കിച്ചുട്ടൻ്റെ അടുത്ത് പോയി കിടന്നു കേട്ടോ. പിന്നെ ആര്യ അതേ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആദർശിന് വേണം പറഞ്ഞപ്പോഴേ. അപ്പോൾ പിന്നെ അതും കുടിച്ചു. പിന്നെയും നമ്മുടെ കിച്ചുട്ടൻ്റെ അടുത്ത് കിടന്നു. പിന്നെ കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടിയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ നമ്മുടെ കിച്ചുട്ടനെ ഉറക്കി കിടത്തി പോയതാട്ടോ ആര്യ. ആളിതേ കണ്ണ് തുറന്നിങ്ങനെ കിടക്കണു. പിന്നെ ഉച്ചയായപ്പോഴത്തേ ഫുഡ് കഴിക്കാൻ നോക്കിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ചോറായിട്ടുണ്ടായിരുന്നു, അത് വാർക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി, മാങ്ങച്ചാറും പയറുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ അച്ചാറും ഉണ്ടല്ലോ, ഇന്നലെ അച്ഛൻ്റെ പിറന്നാളിന് അവിടുന്ന് കൊടുത്താട്ടോ വിൻചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ അച്ചാറ്. മറ്റേ ഒരു മധുരമുള്ള ടൈപ്പ് മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരുന്നു. പിന്നെ മീൻകറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഇതേ ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ ആര്യ ആദർശം ഞാൻ പറഞ്ഞ ഒരു ഫിലിം കാണുകയെന്ന്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവർ ടി വി കണ്ടോണ്ടാണ് കഴിച്ചത്. ഞാൻ ഇതേ ഇവിടെ ഇരുന്നിട്ടും കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് 2 മണിക്കായിട്ടുണ്ടാവും കേട്ടോ കഴിക്കുമ്പോൾ. കാരണം ചായ കുടിച്ച് പിന്നെ വലിയ വിശപ്പ് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കായിട്ട് ചോറുണ്ടായിരുന്നത്. ഇവരാണെങ്കിൽ സിനിമ കണ്ടിട്ട് അത് കഴിയാറായേണ്ട ഒരു ചൂടിലായിട്ടിരിക്കണത്. അപ്പോൾ അവർ ഇതേ അവിടെ ഇരുന്നിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നതും. ആദർശിൻ്റെ ഇതേ കഴിയണുള്ളൂ കേട്ടോ, ഫുൾ സിനിമയിൽ കഴിച്ചിട്ടായിട്ടിരിക്കണത്. പിന്നെ ആര്യ ഇതേ നമ്മുടെ കിച്ചുടൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ തുണികൾ ഇട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൊടുന്നിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട തുണികൾ തോരട്ടിട്ട് ഇതിപ്പോൾ വന്ന് കിടന്നിട്ടുള്ളൂ കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യണുണ്ട്. നമ്മുടെ ആര്യ ഇവിടെ ഉണ്ട്. കുഞ്ഞിച്ചക്ക ദേ മടിയിൽ കിടക്കണു.
ഇതേ കിടക്കുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ കിടന്ന് ആദർശ് TV കാണാട്ടെ. അപ്പോൾ ഇവർ ഇന്ന് വൈകിട്ട് പോവും. വിൻഷേട്ടനും തേജും വന്നാൽ നമ്മളവരെ കൊണ്ടാക്കി കൊടുക്കും കേട്ടോ. നാളെ ഇനി അച്ഛന് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അച്ഛനെയും കൂടെ അവർ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ആദർശ്. അപ്പോൾ ഇന്ന് കൊണ്ടാക്കി കൊടുക്കുക വെച്ചിട്ടാണ്. കിച്ചുട്ടിയേ കിച്ചുട്ടിയേ കിച്ചുട്ടിയുടെ കിച്ചമ്മ കിത്തമ്മ കിച്ചുട്ടനെ ഉറക്കാണ് ഗൈസ്. ഒന്നും തോന്നണില്ല കേട്ടോ. കണ്ണുറുട്ടിട്ടാ കിടക്കണു കണ്ണ നോക്കിയിട്ട് കിച്ചി ഉറങ്ങ. ഗൈസ് ചെറുതായിട്ടൊന്ന് മയങ്ങി കിട്ടാ. ഞാൻ ചോറിണ്ടിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് 4:15 അലാറാന്ന് വെച്ചിട്ടാ. അലാം വെക്കുന്നത് വേറെ ഒന്നല്ല, എന്താ ചിലപ്പോൾ ഞാൻ നല്ല ഉറക്കുറങ്ങും. അപ്പോൾ ഞാൻ ഇപ്പം സാധാരണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെക്കാറില്ല. പിള്ളേർ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മുടെ രണ്ട് ഫ്രണ്ടിൽ കൂടെ ആട്ടോ സ്കൂൾ പിള്ളേർ പോവുക. അവിടെ സ്കൂളുണ്ടല്ലോ ചാത്തന്നൂർ. അപ്പോൾ അവർ ഭയങ്കര സംസാരിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇപ്പം ആരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ചിലപ്പോൾ നല്ല ഉറക്കം ഉറങ്ങും. അതുകൊണ്ട് ഞാനൊരു 4:15 അലാം വെച്ചിട്ടൊക്കെ കിടന്നു. ഇപ്പോൾ എനിക്ക് 4:30 ആയിട്ടാണ്. നല്ല മഴ പുറത്ത്, ഭയങ്കര ഇരുട്ട്. പക്ഷെ നല്ല രസമാണ് ഈ ക്ലൈമറ്റ്. പക്ഷെ എന്തോ ഒരു സുഖമില്ല. രാവിലെ തൊട്ടേ തുടങ്ങല്ല ഇങ്ങനെ തന്നെ, അതുകൊണ്ടൊരു സുഖമില്ല. ഒരു നേരമൊക്കെ മഴ അതുപോലെ നന്നായി പെയ്തു പോവാച്ച ഒരു രസമാണ്. അത് രാത്രി ഈവനിങ് ടൈമിൽ അങ്ങോട്ട് പെയ്തോട്ടെ. പക്ഷെ രാവിലെ തൊട്ടേ ഇങ്ങനെ ഇരുട്ട് പിടിച്ച് നിന്ന് കാണുമ്പോൾ എന്തോ ഇത്. നമ്മുടെ ഷീറ്റ് ഇടല് ഇതുവരെ സെറ്റായിട്ട് ചേട്ടാ. കൊടുത്തിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. മാസം ലാസ്റ്റിലേക്ക് എന്തായാലും ഇടും. പിന്നെ വണ്ടി ഇവിടെ സുധേച്ചിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇടണം. അവിടെ മെറ്റലിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് തൽക്കാലം ഇടുന്നവരെ അവിടേക്ക് ഇടാലോ വിചാരിച്ചിട്ടാണ്. വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം. അപ്പോൾ ഇനി നമ്മുടെ തേജപ്പം വരാറായിട്ടാണ്. 4:30 തേജുവിനെ കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ കുറച്ചിങ്ങനെ തേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ പൂവും നമ്മൾ കൊണ്ടാക്കി കൊടുക്കൂട്ടാം. അങ്ങനെ കിച്ചുട്ടൻ്റെ പനി വന്ന കാരണം നമുക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ ഇന്ന് പോക്കേട്ടോ, ഇന്ന് നല്ല രസമായിരുന്നു. പക്ഷെ ഇന്നലെ പനി എന്തൊക്കെ ഉള്ള കാരണം ഈ മൊത്തത്തിൽ നമ്മുടെ മൈൻഡ് ആകതായി ഒന്ന് ഇതായിട്ട് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഞാൻ ആ വ്യൂ കാണിച്ചു തരാട്ടെ. പുറത്തത്തെ കണ്ടോ, മഴ നല്ല രീതിക്ക് പെയ്തിട്ട് തോർന്ന് നിൽക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ സ്കൂട്ടി ഒന്ന് കൊണ്ടുവരികയെ. ഇത് ഇവിടെ പാറുവിൻ്റെ സ്കൂട്ടിയാണ്. ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇന്ന് കൊണ്ടുവരും എൻ്റെ വണ്ടി അവർ. കണ്ടോ ഇവിടെ പിന്നെ റോസ. അയ്യോ എൻ്റെ ഉറക്കം വന്നിട്ടുള്ള സൗണ്ട് ആട്ടത്. ഇതേ നമ്മുടെ ഇവിടെ 3 പൂ ഉണ്ടായിട്ടുണ്ട്. റോസാപ്പൂ 3 ഉണ്ടായിട്ടുണ്ട്. അവിടെ 1 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ ഇങ്ങനെ ഇരിക്കണം. മഴ തോർന്ന കാരണം ഇരിക്കാൻ നല്ല രസമുണ്ട്. നമ്മുടെ തേജുട്ടൻ വരികയായിട്ടോ. ഇതേ മഴയൊക്കെ തോർന്നു. അവിടെ നമ്മുടെ തേജുട്ടൻ. മഴ പെയ്യുമ്പോൾ എന്താ ക്ലൈമറ്റ് അല്ലേ, ഭയങ്കര രസമാണ് കേട്ടോ മഴ അടുത്ത് ഇങ്ങനൊരു ക്ലൈമറ്റ്. പക്ഷെ മഴയെ കുറച്ചേരം വെയിലിനെ കൊണ്ടാട്ടോ തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല. അത് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരണേ. ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു സാധനമാണ് കേട്ടോ. എന്തോന്ന് നോക്ക്, മതിലുമ്മ കണ്ടോ ഒച്ച് കണ്ടോ. ഇതൊന്നല്ലാട്ടോ ഒച്ച്, ഇതിനും കൂടുതൽ ഒച്ചുണ്ടാവും. അതായത് വലിയ ഇത്ര പോകുന്നു ഇത്രയ്ക്ക് ഉണ്ടാവും ഒരു ഒച്ച്. ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാട്ടോ. ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയും. ഇവിടെ നമ്മുടെ ചെടികളൊക്കെ നാശാക്കുന്നത് അതാ. പക്ഷെ ഇപ്പോൾ ഇവിടെ അപ്പുറമൊക്കെ വീട് വന്നതിന് ശേഷം നമുക്ക് ഒച്ച് അത്ര ശല്യമില്ല. എന്നാലും കണ്ടില്ല മതിലുമ്മ ചെറിയ ഒറ്റങ്ങൾ കുറേ ഉണ്ട്. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇന്നലെ ഞാൻ തേച്ചിനെ കൊണ്ടുവരാൻ പോകുമ്പോൾ കണ്ടു വലിയ ഒച്ചിനെ. കാണാൻ കാണിച്ചാരേ. അതിനുണ്ടല്ലോ ചെടികളൊക്കെ നശിപ്പിക്കും കണ്ടോ. ഇത് ചെറിയ ഒറ്റങ്ങളാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ വലിയ ഒറ്റങ്ങളുണ്ട്. ചിലപ്പോൾ ഈ മതിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവിടെ ഒരെണ്ണിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതും ചെറുത് ഏകദേശം അവിടെ ഇരിക്കാറുണ്ട്. ഇതേ അടിയിൽ കുറേ ഇവിടെ കുറേ ഉണ്ടോ. ഇത് ഭയങ്കര വൃത്തിയാടാ. അയ്യോ ഇവിടുത്തെ 2 ഉണ്ട്. ഇതേ ചെടിയൊക്കെ പോവും. നമുക്ക്
നിറയെ വന്ന് നമ്മുടെ അവിടേക്ക് എത്തുവാണാവോ ഇവര്. ഇതുവരെ എത്തിയിട്ടുണ്ട്. എന്താ ഗൈസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ. വണ്ടി വരാത്തോണ്ടാട്ടോ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നേക്കണത്, അല്ലാണ്ടൊന്നല്ലേ. നമ്മുടെ വിൻചേട്ടനെ വരണു വിചാരിച്ചു. മഴക്കാറ് PT ഡ്രസ് ഇട്ട് പോയിട്ട് എന്തായി? അല്ല PT എന്തായി? ഞാൻ പാൻറ് കയറ്റിക്കാൻ പറഞ്ഞതല്ലേ. വെട്ടി ചെറുതാക്കിയിട്ടും വലിപ്പുണ്ടോ? അതിന് ഇങ്ങോട്ട് ഇടണം പാൻറ്, ഇവിടെ അല്ലേ ഇടേ. എടാ PT എന്തായി? ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യണ്, PT ഉണ്ടാവില്ലാന്ന്. ടൈം ടേബിളിൽ PT ഉണ്ട്, യൂണിഫോം ഇടേണ്ടി വരും, പക്ഷെ PT ഉണ്ടാവില്ലാന്ന്. എന്താ വിഷമയ്യോ? ഒരു PT കൂടെ ഉണ്ട്, നീ വ്യാഴാഴ്ച കൂടി ഉണ്ട്. അല്ല, വെള്ളിയാഴ്ച കൂടി ഉണ്ട് PT. ഗൈസ്, നമ്മുടെ തേജപ്പൻ്റെ PT യൂണിഫോമാണ് കേട്ടോ. PT ഉള്ള ദിവസം തേജുന് ഈ ഡ്രസ്സ് ഇടാം. ഇത് തേജുന് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഡ്രസ്സ്. മറ്റു 2 ഡ്രസ്സും ഇഷ്ടമല്ല. തേജു വലിയ ചെക്കനായി ട്രൗസറിൽ നിന്ന് പാൻറിലേക്ക് മാറിയിരിക്കുന്നു. കേട്ടാ, പാൻറിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ വീട്ടിൽ കയറാനേക്കാൾ മുന്നേ തന്നെ പാപ്പനും കുട്ടിയും കൂടിയിട്ട് കടയ്ക്ക് കേട്ടോ പോണത്. അപ്പൊ നമ്മുടെ തേജുവിനാലും ഇവിടുത്തെ എല്ലാ കടകളും അറിയാം, ആദർശിനെ അറിയില്ലല്ലോ. അപ്പോൾ തേജു ആണ് കേട്ടോ വഴികാട്ടി. എന്തോ എണ്ണക്കടി എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞിട്ടാട്ടോ പോണത്. വിൻചേട്ടൻ്റെ അച്ഛനും അമ്മയും വൈകിട്ട് കുറച്ച് ഞാൻ വരാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചായ കുടിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഇതേ പോയതാട്ടോ. പോയ പോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേജുവിന് ഇതേ തലയിൽ ഒരു 50 ദിവസം കവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട് ഇതേ വന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിൻചേട്ടൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ നല്ല അടിപൊളി ചക്കട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ചക്ക കൊണ്ടുള്ള എല്ലാം ഇഷ്ടമാണ്. ചക്ക വറവ്, ചക്ക എലിശ്ശേരി, ചക്ക ഉപ്പേരി, ചക്ക പായസം ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ അതേ ചക്കട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. പിന്നെ ഇവർ വാങ്ങിക്കൊടുന്ന എണ്ണക്കടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ പക്കുവട എന്നൊക്കെ പറയില്ലേ, പക്കുവട, ആ സംഭവം, പഴംപൊരിയും. പിന്നെ ഞാൻ കാപ്പിയാട്ടാ, ശർക്കര കാപ്പിയാട്ടാ വെച്ചേക്കണത്. അപ്പോൾ അതെല്ലാതും ഇതേ പാത്രത്തിലേക്ക് മാറ്റിയാട്ടോ. അപ്പോൾ ഈ ഒരു നേരത്തെ തന്നെ നമ്മുടെ വിൻചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ വിൻചേട്ടനായിട്ടാ പിന്നെ വീഡിയോസൊക്കെ എടുക്കണത്. അപ്പോൾ ഇതൊക്കെ ആട്ടാ പഴംപൊരിയും. പിന്നെ വേറൊരു പക്കുവടയും കൂടി ഉണ്ടായിരുന്നു. അത് പിന്നെയായിട്ട് ഞാൻ വേറെ കവറിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഉണ്ണീനെ കാണാൻ വന്നതായിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ട്. കാരണം നമ്മുടെ കിച്ചൂട്ടനെ കഴിഞ്ഞ പരിപാടിക്ക് ചെന്നപ്പോഴും അമ്മയ്ക്ക് നേരം പോലെ എടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് തിരക്ക് കാരനെ കുറച്ച് നേരം എടുത്തുള്ളൂ പറഞ്ഞിട്ട് വിൻചേട്ടൻ്റെ അമ്മയ്ക്ക് പിള്ളേരെ പ്രത്യേകിച്ച് ഈ പ്രായമുള്ള കുട്ടികളെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ, വിൻചേട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. കുട്ടികളെ വേഗം കയ്യിലെടുക്കാൻ പറ്റും. ചിലവർക്ക് എനിക്കൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ. പക്ഷെ ഞാൻ കണ്ടേലേ വിൻചേട്ടൻ്റെ അമ്മ, ആര്യ, എൻ്റെ അച്ഛൻ, ഇവർ 3 പേരും പിള്ളേരെ വേഗം കയ്യിലെടുക്കും. പിള്ളേരൊക്കെ ഇണിങ്ങിച്ചിട്ട് ഇങ്ങനെ നടത്താറിയാം. പക്ഷെ എനിക്കത് പറ്റില്ല കേട്ടോ. എനിക്ക് പിള്ളേരെ എന്തൊരു വികൃതിയായിട്ട് ഞാൻ നല്ല ചീത്ത പറയും. ചിലപ്പോൾ 2 എണ്ണം ഇപ്പോൾ തേജുവിനായില്ല വികൃതിയായിട്ട് നല്ല അടിയും കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ക്ഷമയില്ല. പക്ഷെ ആര്യക്ക് നേരെ ഓപ്പോസിറ്റ്, എന്തെങ്കിലും കാട്ടിയാലോ അയ്യോ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ കിണിക്കും. ഞാൻ പറയും എന്താ അങ്ങനെ പറയണേ, തെറ്റ് കണ്ടാ നല്ല ചീത്ത പറഞ്ഞോ, തേജുവിനെ അതിലോട്ടെ ഞാൻ പറയും എന്തെങ്കിലും കാട്ടിയാൽ നല്ല ചീത്ത പറഞ്ഞോ, ഒന്ന് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ പറയാം. പക്ഷെ ഇവർക്ക് പിള്ളേരെ വേദനിപ്പിക്കണതും അങ്ങനെയൊന്നും പറ്റില്ല. ഭയങ്കരമായിട്ട് കിണിങ്ങിക്കും. അതുകൊണ്ട് തന്നെ ഇവരാനെ ഭയങ്കര ഇഷ്ടമാവും കേട്ടാ. പിള്ളേർക്ക് കിണിങ്ങിക്കുക എന്ന് പറയണത് ഇങ്ങനെ കളിപ്പിക്കില്ലേ, അവിടെ കെയർ ചെയ്ത് കൊണ്ട് നടക്കില്ല. അതായിട്ട് ഉദ്ദേശിച്ച് നമ്മുടെ അവിടെ അങ്ങനെയായിട്ട് പറയാ കിണിങ്ങിക്കുകയെന്ന്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ആദർശം അതായിട്ട് അങ്ങനെയുണ്ട്. ആദർശം ചീത്ത പറയുകയൊക്കെ ചെയ്യും, പക്ഷെ അതിനനുസരിച്ചിട്ട് നിൽക്കാറിയാം. അങ്ങനെ പിള്ളേരുടെ ഒപ്പം അവരുടെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് നിൽക്കാറൊന്നുമില്ല കേട്ടോ. മെയിനായിട്ട് ഞാൻ എന്തെങ്കിലും വികൃതി കാട്ടുക വേണ്ടാത്ത ചെയ്താൽ ഞാൻ വേഗം തേജുവിനെ ചീത്ത പറയാറുണ്ട്, നല്ല രീതിക്ക് ചീത്ത പറയാറുണ്ട്. പക്ഷെ അതായത് ഓപ്പോസിറ്റാണ്. അപ്പോൾ ആരെയായാലും എന്തെങ്കിലും ഇപ്പോൾ ചെയ്താലൊക്കെ വിൻചേട്ടൻ്റെ അമ്മയും അവരൊക്കെ എങ്ങനെയായാലും അറിയും അത് സാരില്ല കേട്ടോ മോനെ അങ്ങനെ ചെയ്യരുതിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര താഴ്ന്നിട്ടാ പറയാട്ടാ. അപ്പോൾ ഞാൻ പറയാം അങ്ങനെ താഴ്ന്ന് പറയുമ്പോൾ വീണ്ടും അവരത് ചെയ്യുള്ളൂ, ഒരു പേടി ഉണ്ടാവില്ല എന്ന്, നല്ല ചീത്ത പറഞ്ഞാലെന്നൊക്കെ പറയൂട്ടോ ഞാൻ അങ്ങനെയാണ്, അതാട്ടോ ഉദ്ദേശിച്ച്. പിന്നെ അതേ പാറും ചിത്തുട്ടേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവർ പോകുമ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നല്ലോ ചിത്തുട്ടേട്ടൻ്റെ. അപ്പോൾ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടായിരുന്നു ഇവർ പോയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ വണ്ടി ഇവിടെ വെച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരേട്ടൻ വന്നിട്ട് അവരുടെ വണ്ടി റെഡിയാക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ രായമംഗലത്ത്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കുറച്ച് തന്നെയുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ ഏരിയയിൽ തന്നെയാണ് ഇവരുടെ
ഞങ്ങളുടെ എല്ലാവരുടെയും വീട് കിട്ടാം. അപ്പോൾ ഒരു പുതിയ വീട് വെക്കുന്നത് ഇവിടെ രായമംഗലത്താണ്. അപ്പോൾ അങ്ങോട്ട് അവർ വീടിൻ്റെ എന്തോ വർക്ക് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് അവരുടെ വണ്ടി എടുത്തിട്ട് പോയിട്ടാ. ചായ കുടിക്കാൻ പറഞ്ഞിട്ട് രണ്ടാളും കേട്ടില്ല. രണ്ടാളും പൂവ ഉണ്ണിയിട്ടുണ്ട് മഴ പെയ്യുന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ച് ഓടി. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലാണ് കാണണത് പാറു ഇവർ രണ്ടുപേരും കൂടിയിട്ടേ പട്ടാമ്പി എത്തിയിട്ട് വേറെ എവിടെ ചായ കുടിക്കാൻ കയറിയേക്കണു. പിന്നെയാണ് മനസ്സിലായത് ഇവർ രണ്ടുപേരും ഓടിയത് അതിനാന്ന് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആദർശിതേ ചിക്കനൊക്കെ വാങ്ങിക്കൊടുന്നുട്ടോ പോണേക്കെ മുന്നേ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ആര്യതേ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ടാണ് ചെയ്യണത്. പിന്നെ മഴ പെയ്യുമ്പോഴേക്കും പോകണം എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്പം തന്നെ ഇറങ്ങിയിട്ടാ. പിന്നെ അമ്മമ്മ ഉണ്ടല്ലോ അവിടെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഞാനും അരിയാണെങ്കിൽ തകൃതിയായി പണിയിലാണ് കേട്ടോ. അപ്പം അമ്മ ചിക്കൻ കറി വെക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈമ എന്തോ മുറി ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്മയും കൂടെ ഒന്നും ചെയ്യിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ആര്യമായിട്ട് ചിക്കൻ കറി വെക്കണത് ആരും ഉലുവ ഇട്ടിട്ടായിട്ട് ചിക്കൻ കറി വെക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉലുവ ഇട്ടിട്ട് ചിക്കൻ കറി വെക്കണത് കാണണത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. പിന്നെ ഇതേ അവർ പോയിട്ടാ അടുത്ത മഴ വരുമ്പോഴേക്കും വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഇതേ അച്ഛൻ്റെ സ്കൂട്ടി അവിടെ ആയിട്ടാണ് നിർത്തിയേക്കണത്. അപ്പം അങ്ങോട്ട് പോയി. പിന്നെ ഇതേ ചിക്കൻ കറി ഇത് ആരുടെ ഏട്ടാ എൻ്റെ അമ്മേൻ്റെ പോയി പുക മൊത്തം എൻ്റെ ഫോണിക്ക് ഒരു ഒറ്റ അടി അടിച്ചോട്ടെ. ഞാൻ വിചാരിച്ചിട്ട് ഫോൺ അടിച്ചു പോയിന്ന്. പിന്നെ തുടച്ചപ്പോൾ ശരിയായിട്ടാ. അങ്ങനെ ഇത് ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവളൊരു വേറെ ടൈപ്പിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അവർ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടും പോയിട്ടാ. പിന്നെ ഇത് നമ്മുടെ ആദർശും വിൻഷേട്ടനും തേജും കൂടിയിട്ട് ജിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്കാട്ടോ പോണത്. എന്താ വെച്ചാൽ ആദർശിൻ്റെ മറ്റേ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വിൻഷേട്ടനാലോ വണ്ടി വർക്കിന് കൊടുത്ത സമയത്ത് ഓടിച്ചായിരുന്നു. അപ്പോൾ അത് ജിഷ്ണുവേട്ടൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അത് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്കനെ ഇനി കുളിപ്പിക്കണം കേട്ടോ. അതിനാട്ടോ എടുത്തിയേക്കണത്. സോറി കുളിപ്പിക്കണില്ല, മേല് തുടച്ചു കൊടുക്കില്ലേ, അതിനാട്ടൊക്കെ എടുത്തേക്കണത്. അപ്പൊ ഇങ്ങനെ കിണിങ്ങി എടുക്കാൻ വേണ്ടിയിട്ടാട്ട് ഈ ചെണുങ്ങണത്. ഇപ്പൊ എല്ലാവരും എടുത്ത് നടന്നിട്ട് നല്ല മടിയായി കേൾക്കണു കേട്ടോ ആൾക്ക്. പിന്നെ പുറത്ത് ഇതേ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്ത് വന്നാൽ നമുക്ക് പോകണം. എനിക്ക് മേലെ ഇറങ്ങണം കേട്ടോ. ഇവിടെ അപ്പുറത്തുനിന്ന് ഉണ്ണീനെ കാണാൻ ബീനേശൊക്കെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ അവര് വന്ന് കണ്ടിട്ട് പോയിട്ട് മേലെ ഇറകാച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മേലെ ഇറങ്ങാൻ നിൽക്കണ നേരത്ത് വന്നാലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുകുട്ടി പോവാണ് കേട്ടോ. കുഞ്ഞിച്ചക്കൻ ചിക്കരുത് കേട്ടോ. ഒക്കം വരുണ്ടോ? ഒക്കം വരുണ്ടോ കുട്ടിക്ക്? ഒക്കം വരിക ഇത്ര നേരം ഉറങ്ങിട്ടോ? ഒക്കം വരുണ്ടോ? ഇല്ലേ? ആ ഇടുക്കില്ല കേട്ടോ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ആ അയ്യോ അയ്യോ ഇല്ല 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 അച്ചു 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 ഇല്ല ഇടുക്കില്ല കേട്ടോ ഞാനേ. ആ ഇടുക്കില്ല കേട്ടോ ഞാനേ. എടുത്ത് വർത്താനം പറയാൻ നിന്നുണ്ടല്ലോ അപ്പം കിണിങ്ങി തുടങ്ങും. എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിങ്ങനെ നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചിണുക്കം. കുറേ നേരം ഇങ്ങനെ ചിണുങ്ങും. കാലിട്ടടക്കുക, പിന്നെ അങ്ങനെ ചന്തിട്ട് പൊക്ക് എന്തൊക്കെയോ കിടന്ന് ചെയ്യൂട്ടാ. അപ്പം അങ്ങോട്ട് എടുത്ത ആള് ഹാപ്പി ആയിട്ട് അതിനാണ് ഈ കാലിട്ടിട്ട് ഇങ്ങനെ നിരങ്ങി വരണത്. എന്നെ നോക്കണതും അതാ. ഞാൻ അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരിടം കണ്ടിങ്ങനെ ഇട്ട് നോക്കണ് കാണാട്ട ആള് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ അടുത്തുനിന്ന് സുധ ചേച്ചിയും പിന്നെ ബീന ചേച്ചി അവിടുത്തെ അമ്മയും അവരൊക്കെ കൂടിയിട്ട് ഉണ്ണീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്ക് ഉടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണീനെ കണ്ട് കുറേ നേരം അവരുടെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ടാട്ടോ അവർ പോയത്. അപ്പോൾ ആരും ഇതേ അവർ കൊടുന്ന ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞ് ടീഷർട്ടും ട്രൗസറൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഇതേ എടുത്ത് നോക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കിനി അങ്ങ് തൃശ്ശൂർ പുതുരുത്തി എത്തണം, നമ്മുടെ നാട്ടിലെത്തണം കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട് വേഗം ആക്കിക്കോ, ഇനി മഴ ഇരുട്ടോ ആവാൻ നിൽക്കണ്ട, വേഗം പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കാട്ടോ. വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മയും വിളിക്കുന്നുണ്ട് വേഗം വരാൻ നോക്ക് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാതും ഇതേ എടുത്ത് ഇനി നമ്മൾ പോവാട്ടോ. ഇനി ഈ എന്താ ഒരു പണിയെന്ന് വെച്ചാൽ ഈ സ്ട്രോളറൊക്കെ ഒന്ന് ഒതുക്കി വെക്കാണ്ട് കേട്ടോ. അത് നമുക്ക് കിരണാട്ടോ വരുമ്പോൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനേക്കാൾ മുന്നേ ഫുഡ് കഴിക്കാൻ എഴുതിയിട്ടോ രണ്ടാളേനി എന്താ ചപ്പാത്തിയും ചിക്കൻ കറി കേട്ടോ. അപ്പം ഞാനും ഇൻഷാട്ടിനും കഴിച്ചില്ല, ഞങ്ങൾ വന്നിട്ട് കഴിക്കാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ വേഗം കഴിച്ചു. പിന്നെ എല്ലാ സാധനങ്ങളും ഇതേ പാക്ക് ചെയ്ത് വെച്ചിട്ടും കൂടി ഉണ്ട് കേട്ടോ. ഈ സ്ട്രോളർ ഇനി മടക്കൽ കുറച്ച് ടാസ്ക് തന്നെയാണ്. പക്ഷെ ആദർശം അതെങ്ങനെയോ മടക്കി എടുത്തു. നമുക്ക് വരുമ്പോൾ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. കിരണിൻ്റെ 4 കൈ കിരൺ ഉണ്ടോണാവോ എങ്ങനെയൊക്കെയാണോ അവ റെഡി ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് മടക്കി തന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാനും തേജും വരുന്നില്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തേജുവിന് നാളെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ കുറേ പഠിക്കാനുണ്ട്, ഇരുത്തി പഠിപ്പിക്കുക തന്നെ വേണം കേട്ടോ അവനെ. അപ്പോൾ ആ നേരം കളയണ്ട, വിൻഷേട്ടൻ കൊണ്ടാക്കി പോരെ, ഞങ്ങളില്ലാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലാണ് വിൻഷേട്ടൻ ഇങ്ങനെ പറയണത് വായോ ഞാൻ വരുമ്പോൾ ഭയങ്കര പോസ്റ്റാവും, ഇത്ര ദൂരം വരേണ്ട ഒറ്റയ്ക്ക്, അപ്പോൾ നിങ്ങളും വായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളും പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടാ. അപ്പോൾ തേജു ഇത് ഭയങ്കര യാത്ര പറച്ചിലാട്ടേക്ക് പാവം തോന്നിയിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കുമ്പോൾ തേജു ആണെങ്കിൽ ഇങ്ങനെ ഏട്ടൻ്റെ ഉണ്ണി ഇതന്നെ പറയുള്ളൂ കേട്ടോ. കുറേ ഉമ്മ കൊടുക്കുന്നുണ്ട് കയ്യമ്മയും തലയമ്മയും. ഞാനാണെങ്കിൽ ഇടയ്ക്കുണ്ട് ഇവർ കണ്ണ് തെറ്റിയ കവളത്ത് പോയിട്ട് ഉമ്മ കൊടുക്കലുണ്ട്. അപ്പം ഞാൻ ചീത്ത പറയട്ടെ കവളത്തൊന്നും ഉണ്ണിയുടെ ഉമ്മയ്ക്കരുത്, നെറ്റത്ത് ഉമ്മ വെക്കണമെന്ന്. അപ്പോൾ വെക്കില്ല. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടം അത്ര കവളത്ത് ഉമ്മ വയ്ക്കാൻ. അപ്പം നമ്മളാരും ശ്രദ്ധിക്കണില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് പതുക്കെ പോയിട്ടൊരു ഉമ്മയെ കൊടുക്കൂട്ടാ. 4ാം ക്ലാസ്സിലായി ടേട്ട എടുക്കും കേട്ടോ. അപ്പോഴേക്കും ടേട്ടനും ഉണ്ണി എടുക്കും അല്ലേ? അല്ലേ ചേട്ടനും ഉണ്ണി എടുക്കും. പൂവാ പറ ചേട്ടൻ, ഞാൻ പൂവാ പറയും. പൂവ ചേട്ടാ പറയും.
ഇങ്ങനെ നോക്കണു ഇങ്ങനെ തേജുനെ നോക്കണോക്ക് തേജു ചേട്ടനെ നോക്കണ്ടോ ഓ ആരാ പറഞ്ഞേ എപ്പ പറഞ്ഞേ ഉണ്ണി പറഞ്ഞു ഉണ്ണിയെ ചേട്ടനെ ഇഷ്ടന്ന് പിന്നെ ചേട്ടന് ഇഷ്ടമാണോന്ന് പറഞ്ഞു നിങ്ങള് ചേട്ടന് ഇഷ്ടം ഇപ്പൊ പറയുന്നില്ല എന്തിടി എന്റെ പൊന്നോ അത് പൊന്നുമണി പോവാ അങ്ങനെ എല്ലാം പറക്കിയെടുത്തിട്ട് ഇനി വന്ന പോലെ അങ്ങോട്ട് പോവാണ് കേട്ടോ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇതേ വണ്ടിയിൽ കൊണ്ടൊക്കെട്ടോ തേജ് പിടിക്കണേക്കെ സാധനമാണ് കേട്ടോ ഇത് അപ്പൊ ഇത് അവനെ പൊന്തും പിന്നെ അവൻ തലയിൽ ഏറ്റിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ ആരി എളുപ്പത്തിനുണ്ടല്ലോ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സിബടക്കേട്ടാ ചെയ്യുക അപ്പൊ അതാണ് അവൾ തിരിച്ചു കൊണ്ടുപോയത് അങ്ങനെ എല്ലാം ആക്കി ദേ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാ കേട്ടോ സത്യം പറഞ്ഞ രൂപ ഭയങ്കര സൈലന്റ് കേട്ടോ ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എന്തായാലും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് കാരണം എത്ര ദിവസം എല്ലാവരും കൂടി നിന്നിട്ട് പ്രത്യേകിച്ച് ഉണ്ണി ഒരു കുഞ്ഞുണ്ണിയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു വൈബ് വേറെ തന്നെയല്ലേ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ആദ്രസ് ഇതേ ഫ്രണ്ടിൽ ബൈക്കുമ്മേട്ട പോണത് അവന്റെ വണ്ടി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവൻ വണ്ടി എടുത്തിട്ട് ബൈക്കുമ്മയും ഞങ്ങൾ ഇതേ വണ്ടിയിൽ ഇങ്ങനെ പോരാട്ടോ ചെയ്തത് അങ്ങനെ എല്ലാം എത്തി ഇതേ എല്ലാം ഇനി അകത്ത് കയറ്റിയാട്ടോ തേജു ഇതേ അവന്റേതായ സാധനങ്ങൾ അതായത് അവന് പൊന്തണ അവന്റെ അതായതായ സാധനങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് ഇനി കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടാ അതിന് നേരെ കൊണ്ടുപോയിട്ട് ഇത് അച്ഛന്റെ അടുത്താട്ടാ കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ആയാലും അതേട്ടാ കുറെ നാൾ ഉണ്ണി ഉണ്ടായിട്ടേ 2 ദിവസം മാറിപ്പളിക്കും അച്ഛനതേട്ടാ ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അച്ഛനൊരു നേരം പോക്കെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഔട്ടുണ്ടാവുക പിന്നെ റെസ്റ്റ് ഒക്കെ പറഞ്ഞ കാരണം അപ്പൊ അതേ അച്ഛൻ്റെ അടുത്ത് കെടുത്തി ഇപ്പൊ ആളെ ഓക്കെ ആയിട്ടോ അങ്ങനെ പരിചയക്കേട് പോലൊന്നും ഇല്ല കേട്ടോ എവിടെ പോയാലും ആരുടെ അടുത്ത് പോയാലും ഇതേ ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കുക അങ്ങനെ വാശി പിടിക്കുക കരച്ചിലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് വരക്കില്ലേ അപ്പൊ അതേ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ പിന്നെ അതേ നേരെ അമ്മമ്മയുടെ അടുത്ത് പോയി അമ്മമ്മയായിട്ട് നല്ല കൂട്ടുകൂടലാട്ടോ അമ്മമ്മേനെ ഭയങ്കര കാര്യമാണ് ഇങ്ങനെ പ്രായമായവരുടെ അടുത്തൊക്കെ നല്ല കൂട്ടുകൂടുന്നുണ്ട് ഇവനെങ്ങനെയാന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഉറക്കൊച്ചിട്ട് വിളിക്കില്ലേ ഞാനാണെങ്കിൽ ഉറക്കൊച്ചിട്ടിട്ട് വിളിക്കുക കേട്ടാ അപ്പൊ അത് അവന് ഇഷ്ടമല്ല അവന്റെ അടുത്ത് ഇങ്ങനെ പതുക്കെ സംസാരിക്കണം എന്തുണ്ണി ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ ചോദിക്കില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുക വെച്ചാൽ ആള് നല്ല കൂട്ടുകൂടും നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമ്പോൾ ആളിങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കിടക്കും ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കുക വെച്ചാൽ ഓക്കെ കേട്ടാ അങ്ങനെ അതേ നമ്മൾ അവിടുന്ന് പിന്നെ അതേ യാത്രയൊക്കെ പറഞ്ഞ് ഇതേ ഇറങ്ങി കേട്ടാ അപ്പൊ തേജുവിന് നാളെ ക്ലാസ് ഉണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് 2 ദിവസം നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നേ പിന്നെ പോരുന്ന വഴിക്ക് നമ്മുടെ അവിടുത്തെ ടീമുകാരുടെ കേട്ടാ മറ്റേ എന്താ കളി തുടങ്ങല്ലേ അപ്പൊ അതിന്റെ എന്താ പറയാ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ 2 ടീമുകാരുണ്ട് അർജന്റീനയും ബ്രസീലും ഉണ്ട് കേട്ടോ 2 ടീമുകാരും തമ്മിലുള്ള അവിടെ ഇങ്ങനെ തല്ലൂട്ടല്ല കേട്ടോ അവർ തമ്മിൽ അവിടെ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു നമുക്ക് ചെറിയ രീതിക്ക് ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഇതേ കിടന്ന് നമ്മളിതേ കറുവത്തൂർ എത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ തെറ്റിപ്പോയിട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്പോഴേക്കും വേറെ എന്തോ ചിന്തിച്ചു വേറെ എന്തൊക്കെയോ പറയാനാണ് വരണത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊരു പ്രശ്നമാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞു വരുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടാ അപ്പോൾ തേജുവിന് കുട വാങ്ങാൻ കയറിയതാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തേജുവിന് സ്കൂൾ ഓപ്പൺ ആയിട്ട് നമ്മൾ പുതിയ കുട വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ കുട ചെറുതായി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവന് കുഞ്ഞ ടൈപ്പ് കുട വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ ബാഗിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുഞ്ഞു കൊട അപ്പൊ അതാട്ടാ വാങ്ങിയത് നമ്മള് വീട്ടിലെത്തിയിട്ടാ മൊത്തത്തിലൊരു ശൂന്യത ഒരു അരക്കം കുറഞ്ഞ പോലെ ഇനി ഞങ്ങള് ഫുഡ് കഴിക്കുക കെടുക്കാട്ടാ അപ്പൊ ആര് ചിക്കൻ കറി ഉണ്ടാക്കിയതുണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ട് അവര് കഴിച്ചു ഒരു പോണൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതെന്ത്യാ നമ്മള് വന്നിട്ട് കഴിക്കാച്ചു കേട്ടോ ഇനി ഞങ്ങൾ കഴിക്കുക കിടക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നാളെ തൊട്ടിട്ട് കിച്ചോട്ടന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ വീഡിയോയിൽ ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ പറഞ്ഞോ ബൈ